ഹലോ ഗായ്സ്, തോണിക്കടവ് എത്താൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി ഗായ്സ്. കൊണ്ടാഴിയിൽ നിന്ന് റൈറ്റ് അടിച്ച് നേരെ സെൻറ് ജോസഫ് സ്കൂളിൻ്റെ വഴി നേരെ കയറിയ നമ്മൾ വെട്ടിക്കടവിലെത്തും. വെട്ടിക്കടവിലെത്തിയ അവിടെ ഞങ്ങൾ പോയ സമയത്ത് തോണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തോണി വരുന്നവരെ വെയിറ്റ് ചെയ്തു ഗായ്സ്. അതിനുശേഷം ഞാനും എൻ്റെ കൂട്ടുകാരും കുറേ ഡിസ്കസ് ചെയ്തു. കാരണം തോണി കയറാൻ രണ്ടുപേരും ആദ്യമായിട്ടാണ്, അപ്പോൾ നീന്തലും അറിയില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വെള്ളവും പിടിച്ച് നേരെ കയറി. പിന്നെ പുള്ളിക്കാരനെ കണ്ടപ്പോൾ ഞങ്ങൾ ഫുള്ള് സാറ്റിസ്ഫൈഡ് ആയി ഗായ്സ്. കാരണം പുള്ളിക്കാരൻ ചെറുപ്പം മുതലേ തുടങ്ങിയതാണ് ഈ തോണി തൊഴിൽ. അപ്പോൾ അദ്ദേഹത്തോട് നല്ലോണം സംസാരിച്ച ശേഷം ഞങ്ങളങ്ങനെ തോണി യാത്ര തുടങ്ങി. തോണിയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരോടൊക്കെ ഞങ്ങൾ സംസാരിച്ചു. നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ തോണിയിൽ നിന്നായിക്കോട്ടെ, പുറത്തുള്ള വ്യൂ ആയിക്കോട്ടെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു തോണി യാത്ര മൂലം ഞങ്ങൾക്ക് ഒരു നല്ലൊരു മനുഷ്യനെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നാടിനു വേണ്ടി ഒരു സേവനം പോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ. അപ്പോൾ ആ നാട്ടുകാരുടെ KSRTC ആണ് ഉണ്ണിച്ചേട്ടൻ. അപ്പോൾ ഉണ്ണിച്ചേട്ടന് വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ണിച്ചേട്ടൻ്റെ തോണിയിൽ കയറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വഴിക്ക് വരുന്നതാണെങ്കിൽ ഉണ്ണിച്ചേട്ടൻ്റെ തോണിയിൽ കയറണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തോണി യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും കയറുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം